3 മണി മുതൽ കടന്നുപോയ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയ ഒരു അനുഭവമുണ്ട്, ഈറ്റുനോവെന്ന് പറയുന്നത്. അപ്പം ഒരു ഭക്തന്റെ ജീവിതത്തിൽ എത്ര പേര് ഈറ്റുനോവോടുകൂടി കടന്നു പോകാറുണ്ട്? പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, 17-ാമത്തെ വാക്യത്തിൽ, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ആമേൻ. എത്ര പേര് ഈ ചൂടടയാളം വഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ? സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ റോമാ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത് പോലെ നിങ്ങളെയും ആ അപ്പോസ്തലന്മാരായി ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന്. നമ്മൾ ആ പേരിലായിരിക്കത്തില്ല അപ്പോസ്തലന്മാരായിരിക്കുന്നത്, പക്ഷേ അതേ ഈറ്റുനോവ് നമ്മുടെ ഉള്ളത്തിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ന് വിശ്വാസികളായിട്ടുള്ള എല്ലാവരോടും ചോദിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ ആ ചൂടടയാളം നമ്മൾ വഹിക്കുന്നുണ്ട്? സ്തോത്രം. ഇന്ന് അതാണ് നമ്മുടെ മെസ്സേജ്. ആ ചൂടടയാളം നമ്മൾ വഹിക്കുമ്പോൾ ഉള്ള പ്രയാസം എന്താണ്, അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം എടുക്കുമ്പോൾ സിംറ്റംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ കർത്താവിന്റെ ചൂടടയാളമാണ് നമ്മൾ വഹിക്കുന്നതെന്ന്? ഹല്ലേലൂയ. പല പ്രാവശ്യവും ഈ അനുഭവത്തിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ 2022 മുതൽ ഇതുപോലുള്ള അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കർത്താവേ, ഇത് ദൈവഹിതപ്രകാരമുള്ള ഒരു ഈറ്റുനോവാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് ആ മെസ്സേജിലേക്ക് കിടക്കാം. റോമാ ലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8:26. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. യെസ്. ഇതേ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ വിശ്വാസികളായ നമ്മളെല്ലാവരും? ഇതൊരു സൂപ്പർ നാച്ചുറൽ റിയാലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവണ്ണം തന്നെ ആത്മാവ്, മ്യൂട്ട് ചെയ്തോ അലീസ് പാസ്റ്റർ, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പം മനുഷ്യരെല്ലാവരും ബലഹീനരാണെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ 1 കോടി പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരിക്കും. അത് ഏത് ഭക്തനാണെങ്കിലും സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രി ചെയ്യുന്ന ആളാണെങ്കിലും അവരെല്ലാം ബലഹീനരാണ്. ശരീരത്തിൽ അവസ്ഥയിൽ ദേഹി ആത്മാവ് ഉള്ളവരെല്ലാം ബലഹീനരാണ്. പക്ഷെ കർത്താവിന്റെ ഇപ്പം മോൻ പറഞ്ഞതുപോലെയുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പവർ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശക്തന്മാരാകുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? നമ്മുടെ കുഞ്ഞിന്റെ വിഷയം ശരിയാവണം, നമ്മുടെ വിസ ശരിയാവണം, നമ്മുടെ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ മാറണം, നമ്മൾ ഒരുമിച്ച് കുടുംബമായിട്ട് ആരാധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഈ ഒരു ലിമിറ്റേഷനിൽ നിൽക്കുന്നതാണ്. ഇനി കൂടിപ്പോയാൽ നമ്മുടെ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ ചിലപ്പോൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ബുദ്ധിയിലിരിക്കുന്ന അറിവിനനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? പക്ഷേ പരിശുദ്ധാത്മാവിന് പിതാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 5 വൻകരകളിലും എന്താണ് സംഭവിക്കുന്നത്, ഈ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇനി എന്താണ് ഫ്യൂച്ചറിൽ നടക്കുക, എല്ലാം അറിയാവുന്നത് ദൈവത്തിന്റെ ആത്മാവിനാണ്. ഈ ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൈസ്റ്റ് ഫുൾനെസ് ആയിട്ട് നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കുന്നതാണ് യേശു കർത്താവ്. അവന്റെ ആത്മാവിനാൽ അവൻ നമ്മുടെ ഉള്ളത്തിലിരിക്കുന്നു. ഓക്കെ, സോ ഈ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഈ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നില്ല, അതിരുന്ന് ഞരങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഈറ്റുനോവിലൂടെ കടന്നു പോകുന്നു പറഞ്ഞില്ലേ, ആ ഈറ്റുനോവിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഈറ്റുനോവിലൂടെ കടന്നു പോവുകയാണ്, ഞാനൊരു എന്താ പറയാ, എനിക്കൊന്നുമേ പറ്റുന്നില്ല, എന്തോ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എൻ്റെ മനസ്സിന്റെ അകത്ത് ഭയങ്കര ആത്മാവിന്റെ ഭാരമാണ്. ദാറ്റ് മീൻസ് എൻ്റെ കണ്ണുനീരും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ മുമ്പോട്ടുള്ള നിപ്പും വേരുറച്ച് ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അടുത്ത ലെവലിന് വേണ്ടിയിട്ട് എന്താണോ ദൈവത്തിന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്, ആത്മാവ് പ്രാർത്ഥിക്കുന്ന സമയമാണത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നമ്മളിലൂടെ പ്രാർത്ഥിക്കും, ഞരക്കങ്ങളിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. എന്നാൽ ആത്മാവ്
വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആരെയാ ഹൃദയത്തെ പരിശോധിക്കുന്നത്? ദൈവമാണ്. ദൈവമല്ലേ ഓരോ ഹൃദയത്തെയും പരിശോധിക്കുന്നത്. എനിക്ക് സിസ്റ്ററിന്റെ ഹൃദയത്തെ പരിശോധിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു എക്സ്റ്റെന്റ് വരെ പോകാൻ പറ്റും, അത് കഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ പരിശോധിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം നമ്മൾ പക്ഷവാദം ചെയ്യുമ്പോൾ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പം നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സൈലന്റ് ആയിരിക്കും. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഒടുവിൽ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് ലിമിറ്റേഷൻ ഇല്ല. അത് മുഴുവനും അറിയുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിനറിയാം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷെ ആ സമയത്ത് നമ്മൾ കടന്നു പോകുമ്പോഴല്ലോ ഭയങ്കര റെസ്റ്റ്ലെസ് ആകും. രാവിലെ തൊട്ട് എനിക്ക് വെപ്രാളമാണ്, ഒരു ഡെലിവറി പെയിൻ പോലെയാണ്, എന്താണെന്നറിയില്ല. 3 മണി തൊട്ട് ഞാൻ ഉണർന്നു കിടക്കുകയാണ്. ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ ഇന്ന് സൂം മീറ്റിംഗ് നടത്താതിരിക്കാൻ വേണ്ടി പറയുകയാണോ കർത്താവ്? സംതിങ് ഈസ് ദെയർ. ഇപ്പൊ ഞങ്ങൾ റീചാർജ് ചെയ്തതേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്ന കർത്താവ്? പല ചിന്തകളാൽ ബാൽക്കണിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നുണ്ട് സ്റ്റാൻഡിൽ ടവൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ, അത് വന്ന് എന്റെ ദേഹത്തോട്ട് വീണു. ഞാൻ പേടിച്ചു പോകത്തില്ല? എന്തോ നിങ്ങൾ പറയുന്ന രാത്രി ഇരുട്ട് സമയത്ത് ഇവിടെ അങ്ങ് ആരുമില്ല, ഈ പട്ടിക്കുട്ടി വന്ന് നമ്മുടെ ദേഹത്തിൽ വീണതുപോലെ തോന്നി. ഇങ്ങനെയായി പറഞ്ഞു. ഞാൻ പിന്നെയും കർത്താവേ സ്തോത്രം ഹല്ലേലൂയ, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. ഓ ഗ്ലോറി. എനിക്കൊന്നുമേ പറ്റുന്നില്ല, എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. സ്തോത്രം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് പൗലോസ് പറയാണ്, ഞാൻ എന്റെ ശരീരത്തിൽ യേശുവിന്റെ അടയാളങ്ങൾ വഹിക്കുന്നു. എന്റെ ശരീരത്തിൽ. കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിൽ പ്രശ്നമില്ല, ഹെൽത്ത് ഇഷ്യൂ അല്ല, ഒന്നുമില്ല. നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടുന്നില്ല. ആ സമയത്താണ് ദൈവത്തിന്റെ ആത്മാവിന് ഫ്രീ ആയിട്ട് നമ്മളെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ ചുമ്മാതെ ചിന്തിച്ച് അതിനുവേണ്ടി കരഞ്ഞ്, ഇപ്പൊ ഈ മോന്റെ പ്രശ്നം തന്നെ, ആ മോൻ അത് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ, കാരണം ഈ മോന്റെ പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ, ഇത്രയും നാളും പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ ഒരാൾ പറയണം ആ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലേ അവരെടുക്കത്തുള്ളൂ ചിലപ്പം. മനസ്സിലായോ? കാരണം ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് കർത്താവിൽ അങ്ങ് ട്രസ്റ്റ് ചെയ്യണം. എന്റെ സകലത്തെയും അറിയുന്ന ദൈവം, ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ല. ഒരു നിമിഷത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഈ ഇവിടെ ഇരിക്കുന്ന പെട്ടിയും പാട്ടയും പാത്രങ്ങളും എല്ലാം ഇങ്ങനെ ഓർക്കുക. ഹസ്ബൻഡ് നാളെ അങ്ങ് ഇല്ലാതായാല് ഇതെല്ലാം വിട്ടേച്ച് നമ്മൾ പോകണ്ടേ? ആ പോകുന്ന യാത്രയൊന്ന് ഓർത്തു നോക്കിക്കേ. കൂടെ പോകുമ്പോഴും പുള്ളി ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള പോകും. ഇത് ഞാൻ നഷ്ടപ്പെട്ടാൽ അവര് പോകുന്നതൊന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മളൊക്കെ ഇത് ഇമാജിൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ എല്ലാത്തിലും അങ്ങ് ട്രസ്റ്റ് ചെയ്യുക കർത്താവിൽ. ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയാണ്, ലോർഡ് ഞാൻ ആ സമയത്ത് അങ്ങ് ബ്ലാങ്ക് ആവുക, നീ അങ്ങ് ചെയ്യണം, ബാക്കിയല്ല എനിക്കൊന്നുമേ അറിയത്തില്ല. പക്ഷെ വാഗ്ദത്വം എൻ്റെ മേലുണ്ട്, നീ എനിക്ക് തന്ന ദർശനം അത് നീ പൂർത്തിയാക്കുമെന്ന് എനിക്കറിയാം. അതിനു വേണ്ടിയിട്ടുള്ള ഈറ്റുന്നവാണെന്ന് പറയാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമല്ലേ നീ. 35 വർഷത്തിന് മുമ്പാണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു എലിപ്പനി വന്നായിരുന്നു. ബീഡി വലിയും കള്ളുകൂടിയും മുഴുവനുമാണ്, അസ്ഥികൂടമാണ് അന്ന് തൊട്ടേ. ഇന്ന് ചാവൂ എന്ന് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിക്കലും ജീവിച്ചിരിക്കില്ലെന്നും പറഞ്ഞു. എലിപ്പനിയും വന്നു, വേറൊരു പനിയും വന്നു. ഞങ്ങളുടെ കുടുംബം എല്ലാ കുടുംബങ്ങളിലും പുള്ളിയാണ് പയറായിട്ട് നടക്കുന്നത് ഇന്നും. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ദൈവമേ ഇതൊക്കെ അത്ഭുതത്തിന്റെ അത്ഭുതങ്ങളാണ് എനിക്ക്. കാരണം നമ്മൾ വിചാരിക്കും ഇയാൾ ചത്തുപോകുന്നു. അപ്പം ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ലല്ലോ. നമ്മളെ ദൈവം കാണിച്ചിട്ടാണ്, ഓരോരുത്തരെയും നിർണയിച്ചിട്ടുണ്ട് ദൈവം എന്ന് മരിക്കണമെന്ന്. അന്നേ മരിക്കത്തുള്ളൂ. നമ്മൾ ചുമ്മാതെ അങ്ങ് ടെൻഷൻ അടിക്കുകയാണ് എല്ലാ കാര്യത്തിലും. ഹല്ലേലൂയ. സോ നമുക്ക് ആരുമായിട്ട് ഒരു പ്രശ്നമില്ല, ഒന്നുമേ ഇല്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇന്റർസീഡ് ചെയ്യാണ്. അതാണ് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന. നമുക്ക് ആർക്കും ഇത് മനസ്സിലാകത്തില്ല, കാരണം ഇതൊരു കോളേജിൽ പഠിപ്പിക്കുന്ന കാര്യമല്ല. ഈ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഓർത്തു, നമ്മളോട് പറയുന്നത് നമ്മളെ വലിയൊരു ദൗത്യത്തിനായി ദൈവം ചിലപ്പം നമ്മളെ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകും, നിശബ്ദതയിലേക്ക് കൊണ്ടുപോകും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങണം.
നിങ്ങളുടെ പ്രശ്നങ്ങളെ പറഞ്ഞിരിക്കാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെ, അതിനാണ് നിങ്ങളോട് പറയുന്നത് 24 മണിക്കൂറും നിങ്ങൾ അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവഹിതപ്രകാരം നിങ്ങൾക്ക് പക്ഷവാതം ചെയ്യാൻ പറ്റും, ആത്മാവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം പോകും. നമ്മുടെ സോളിനെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ആമേൻ. മനുഷ്യരെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ചിരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതും എല്ലാം മനുഷ്യർക്ക് കാണാൻ പറ്റും ഈ കണ്ണുകൊണ്ട്. പക്ഷെ ദൈവം കാണുന്നത് നിന്റെ അകത്തുള്ള ആ കണ്ണുനീരും പ്രാർത്ഥനയും നിന്റെ ആത്മഭാരവും ആ ദൈവം കാണുന്നത്. നിന്റെ ആത്മഭാരത്തെ ആർക്കും കാണാൻ പറ്റത്തില്ല, അല്ലേ? സ്തോത്രം. നിന്റെ അകത്തുള്ള, ഹൃദയത്തിന്റെ അകത്തുള്ള മുറിവുകളുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ചില ആത്മഭാരമുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്, ചില മുറിവുകളുണ്ട്. കർത്താവിന് വേണ്ടിയിട്ടുള്ള ഈറ്റുനോവുണ്ട്. അത് ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, മനുഷ്യന് കാണാൻ പറ്റത്തില്ല. പറ്റുമോ? ഇന്ന് നമ്മളെ എല്ലാവരെയും ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്കത് കാണാൻ പറ്റും? നമ്മളെല്ലാവരും കാണുന്ന എന്താണ്? നമ്മൾ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്നത്, നമ്മൾ മെസ്സേജ് പറയുന്നത്, ഇതായിരിക്കും എല്ലാവരും കാണുന്നത്. പക്ഷെ ദൈവം കാണുന്ന എന്താണ്? അവന് വേണ്ടിയിട്ടുള്ള ഈറ്റുനോവ്, ആ സ്കാർസ്, ആ കർത്താവിന് വേണ്ടിയിട്ടുള്ള ഈറ്റുനോവ്, മുറിവ്, അതാണ് ദൈവം കാണുന്നത്. മനുഷ്യൻ കാണുന്നത് നമ്മുടെ ഈ ചവിട്ടിത്തുള്ളലും ഈ പ്രസംഗവും ഈ മെസ്സേജുവാ. ഹല്ലേലൂയ. സോ അടുത്തൊരു വാക്യം വായിക്കാൻ അറിയത് ഗലാത്യ ലേഖനം ഹന്നയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴേ, ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്നായെ നമ്മൾ കാണുന്നുണ്ട്. ഹന്നായുടെ ഹൃദയത്തിലുള്ള ഭാരം എന്ന് പറയുന്നത് ഒരു മകനില്ലാത്തതിന്റെ വേദനയാണ്. തൻ്റെ അമ്മയും പെനിന്നെ അവളെ കുത്തുന്നതാണ്. എത്രമാത്രം അവളുടെ ഹസ്ബൻഡ് അവളെ കൺസോൾ ചെയ്യാൻ നോക്കിയിട്ട് പോലും ഹന്നായ്ക്ക് അതൊന്നുമേ ബാധകമല്ല. ആരുടെയും വർത്തമാനം ഒന്നും അവൾക്ക് പറ്റത്തില്ല. അവള് ആലയത്തിലേക്ക് ഓടിപ്പോയി അവളുടെ ഹൃദയം പകരുകയാണ്. ആ ഹൃദയത്തെ കാണാൻ ആ പുരോഹിതന് സാധിച്ചോ? ഇല്ല. പക്ഷെ ആ ഹൃദയത്തെ കണ്ടതാരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അകത്ത് കണ്ണുനീർ, 1 ശമൂവേൽ 1:13 ഹന്ന വാസ് പ്രേയിങ് ഇൻ ഹർ ഹാർട്ട് എന്നാണ്. അവളുടെ ആ വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ. സംടൈംസ് നമ്മുടെ സൈലന്റ് ആയിട്ടുള്ള ടിയേഴ്സ് ഉണ്ടല്ലോ, അത് സ്പീക്കിംഗ് ലൗഡർ ഇൻ ഹെവൻ ദാറ്റ് യുവർ ലൗഡ് വേർഡ്സ് ഓൺ എർത്ത്. ഭയങ്കര ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ ആദരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. യെസ്, അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയ ആ വാക്യം. നമ്മളെല്ലാം വാക്യം വായിച്ച് ഓടിപ്പോവുകയാണ്. അതിന് ആ റിയാലിറ്റി ഉണ്ട്, അവിടെ നടക്കുന്നൊരു പ്രോസസ്സുണ്ട്. അവളുടെ ഹൃദയത്തിലൂടെ അവൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. സ്തോത്രം. നമ്മൾ എത്ര പേര് ഈറ്റുനോവോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്? നമ്മളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകാനുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ലേ നമുക്കുള്ളൂ. നമ്മുടെ വീട് പണിയുടെ ബാക്കി കിടക്കുന്നു, മോളുടെ വിസ അവിടെ അടിച്ചില്ല, ഈ കല്യാണത്തിന്റെ പ്രശ്നം അവിടെ കിടക്കുന്നു, ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാ. പക്ഷെ അതെല്ലാം നമ്മൾ ആ പ്രാകാരത്തിൽ ഇരുന്ന് ദൈവത്തോടൊന്ന് അറിയിച്ചതിന് ശേഷം കർത്താവിന്റെ ഈറ്റുനോവോടുകൂടി ആത്മാവിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ആ സ്കാർസ് എത്ര പേര്, ആ ചൂടടയാളം, പൗലോസ് പറയുന്നല്ലേ, പല സമയത്ത് നമ്മൾ ആ ചൂടടയാളം വഹിക്കാന്ന് പറഞ്ഞാൽ 4 സൈഡിൽ നിന്ന് നമുക്ക് കുത്തുവരും. എല്ലാവരും നമ്മളെ വിട്ടുപോകും, കൾട്ടാണെന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കും, നമുക്കെതിരെ അപവാദം പറയും. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇല്ല, ഞാൻ ഇതിലൊന്നും നിൽക്കത്തില്ല, ഞാൻ മുമ്പോട്ട് തന്നെ പോവുകയാണ്, അവൻ എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞുകൊണ്ട് ചൂടടയാളം നമ്മൾ വായിച്ചാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ ആ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. നമ്മളെല്ലാം ചെയ്യുന്ന എന്താ? ആ സമയത്ത് ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും, അവർക്കൊന്നും ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരാൻ അറിയില്ല. സങ്കീർത്തനം 42:5 വാക്യം ഒന്ന് വായിച്ചേ. സാംസ് 42:5. നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. യെസ്, എന്തോ അതിൽ പറയുന്നത്? എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാൻ ഈ ഈറ്റുനോവോടുകൂടി പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നൊരു വചനമാണ്, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരോ ലജ്ജിച്ചു പോയതുമില്ല. അവന്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല. നമ്മൾ മറ്റു സൈഡിലോട്ട് നോക്കിയാൽ പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ആത്മാവ് വിഷാദിച്ചുള്ളിൽ നമ്മുടെ ഞരങ്ങുമ്പോൾ, ഒരു വല്ലാത്തൊരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആരോടും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഓർത്തോണം, ആമേ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവോടെ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണത്.
അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയാ, എൻ്റെ ദൈവമാ, എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന. കഷ്ടങ്ങളിൽ അവനെ സ്തുതിക്കണം. എത്ര പേർക്ക് പറ്റും കഷ്ടങ്ങളിൽ സ്തുതിക്കാൻ? എൻ്റെ സോളിനെ ഞാൻ പഠിപ്പിച്ചത് അങ്ങനെയാ. ഏത് പ്രശ്നം വന്നാലും, എത്ര പേര് കളിയാക്കിയാലും, എത്ര പേര് നിന്ദിച്ചാലും, എത്ര പേര് പരിഹസിച്ചാലും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ആ മുറിവുകൾ, ആ വേദന വരുമ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കണം, ഇങ്ങനെയുള്ള അവസ്ഥയെ എന്ത് ചെയ്യണോ നീ പഠിപ്പിച്ചിരിക്കുന്നത്? കർത്താവിനെ സ്തുതിക്കാൻ. ഐ ലവ് യു ജീസസ്, ഹല്ലേലൂയ, ഐ ലവ് യു ലോർഡ്, ഹല്ലേലൂയ. എത്ര മിനിറ്റ് ആണോ ആ വേദന കടന്നു പോകുന്നത്, ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. മത്തായി സുവിശേഷം 26 അധ്യായം എടുത്താട്ടെ. മത്തായി സുവിശേഷം 26 അധ്യായം. പ്രൈസ് ദി ലോർഡ്. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 38. 26 അധ്യായത്തിന്റെ 38 വാക്യം വായിച്ച്. മത്തായി സുവിശേഷം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. ഇതെന്ത് കാണിക്കുന്നത്? ആ മരണവേദന കാണിക്കുന്നത് ഒരു സ്പിരിച്വൽ ഫെയില്യൂർ ആയിട്ടല്ല അവിടെ കാണിക്കുന്നത്. നമ്മൾ നോക്കുമ്പം മരണവേദന, അവനെന്തോ പാപം ചെയ്തിട്ട് അവന് ചുമ്മാതിരുന്ന് അവിടെ ഇരുന്നോ, നോ 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 നോ. അതൊരു ഗ്രേറ്റ് വിക്ടറിക്ക് മുമ്പ് ഒരു ഈറ്റുനോവിലൂടെ ദൈവമക്കൾ കടന്നു പോകും. ഹല്ലേലൂയ. യേശു കർത്താവ് ആ ഈറ്റുനോവിലൂടെ മരണവേദന അനുഭവിക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയിട്ട്. നമ്മളും അതുപോലെ ഈറ്റുനോവിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രേറ്റ് വിക്ടറി പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതിനെയും സിംഹത്തിന്റെ വായിൽ പോയതിനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ഗ്രോണിങ്ങിലൂടെ. ആമേൻ. 2 കൊരിന്ത്യർ 11:28 വായിക്കാം. സഭയെക്കുറിച്ച്, നശിച്ചു പോകുന്ന ദൈവമക്കളെ കുറിച്ച് നമുക്കൊരു ഈറ്റുനോ ഉണ്ടോ? അതോ നമുക്ക് ഇപ്പോഴും നമ്മൾ ഏതൊരു സൂമി പോയാൽ പ്രാർത്ഥന റിക്വസ്റ്റ് പറയാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലെ ഒരു പ്രവാചകൻ നമ്മളെ നോക്കി പ്രവചിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? 2 കൊരിന്ത്യർ 11:28. സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. എപ്പോഴാണ് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന എന്തുവാണ്? കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോവുക. അപ്പോഴും പുള്ളിക്കാരൻ എന്തുവാ? സർവ്വസഭയെയും കുറിച്ചുള്ള ഈറ്റുനോവ. ഞാൻ അതാണ് ഈ സാജു ബ്രദറിനോട് പറഞ്ഞത്. നമ്മുടെ പ്രശ്നത്തിലൂടെ ഈറ്റുനോവിലൂടെ നമ്മൾ കടന്നു. അത് നമ്മുടെ വ്യക്തിപരമായ ഈറ്റുനോവ. ഈ പുള്ളിക്കാരൻ കടന്നു പോകുന്ന ഏതാണ്? സഭയെക്കുറിച്ചുള്ള ഈറ്റുനോവ പൗലോസ് കടന്നു പോകുന്നത്. നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ഒരു ഈറ്റുനോവ് ഉണ്ട്? നമുക്കുണ്ടോ അങ്ങനെ ഒരു ഈറ്റുനോവ്? സർവ്വസഭകളെയും കുറിച്ചുള്ള ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുവാൻ. ഇരമ്യാവ് 9 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറയുന്നു, ഇരമ്യ ക്രൈഡ് ഫോർ ഗോഡ്സ് പീപ്പിൾ. ഇരമ്യാവ് ജനത്തിന് വേണ്ടി കരഞ്ഞെന്നാണ്. നമ്മൾ നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി കരയുന്നുണ്ടോ? ഒരു ദൈവദാസന്റെ, ഒരു ഭക്തന്റെ ഹൃദയം എല്ലായ്പ്പോഴും ആമേൻ ഈറ്റുനോവോടുകൂടിയിരിക്കണം, കർത്താവിന്റെ ഇഷ്ടപ്രകാരം പക്ഷവാദം ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മൾ അമ്പും വില്ലും കണ്ടിട്ടുണ്ട് അല്ലെ? അമ്പും വില്ലും എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ആ വില്ല് എന്ത് ചെയ്യണം? പുറകോട്ട് വലിക്കണം. അങ്ങനെ വെച്ചിട്ട് അത് ഫോഴ്സിൽ പോവുമോ? ആദ്യം എന്ത് ചെയ്യണം? അതിനെ പുറകോട്ട് വലിക്കണം. പുറകോട്ട് വലിച്ചിട്ട് അതാണ് സൈലൻസ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിശബ്ദത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലേ? ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവം. എല്ലാം നല്ലത് ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും മറുപടി ഇല്ലാതെ നമ്മളൊരു വല്ലാത്ത അനുഭവത്തിലോട്ട് കടന്നു. നമ്മളിപ്പോ ഒരു നല്ല കാര്യം ചെയ്തു കഴിയുമ്പോഴായിരിക്കും ഒരു വേദന നമുക്ക് വരുന്നത്. അതാണ് ഈ പുറകോട്ട് വലിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഓർത്തോണം, ഇത് മുന്നോട്ട് പോകാനുള്ളതാണ് ഈ അമ്പ്. ഹല്ലേലൂയ. പുറകോട്ട് വലിക്കാതെ ഒരു അമ്പിനെയും മുമ്പോട്ട് വിടാൻ പറ്റത്തില്ല. പോത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? വലിയ ഓട്ടത്തിന് മുമ്പ് പോത്ത് ആദ്യം ഒന്ന് തല കുനിക്കും, കൊമ്പ് കുത്തും താഴെ. ദാറ്റ് മീൻസ് അവന് ഭയങ്കര ശക്തി പ്രാപിക്കുകയാണ് ആ കുനിയല്. ഈ പുറകോട്ട് വലിക്കുന്നതില് ഭയങ്കര ഒരു ശക്തിയാ, പവറാണ്. ഈ പ്രപഞ്ചത്തിലുള്ള പവറിനെ കുറിച്ച്, ശക്തിയെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. നാച്ചുറൽ പവറാ അത്. പക്ഷെ ഒറ്റ എഫേർട്ടേ ഉള്ളൂ, പുറകോട്ട് വലിക്കുക. പിന്നെ ശക്തമായിട്ടാണ് ആ എയിമിൽ പോയി കൊള്ളുന്നത്. ഹല്ലേലൂയ. സോ ഇതുപോലെ തന്നെ നമ്മളും
മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആത്മാ വിഷയപ്രകാരം നിങ്ങൾ ഈറ്റുന്നവോടുകൂടിയിരിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ, ഒരു പാസ്റ്റർ ആണെങ്കിൽ, ഒരു ശിഷ്യനാണെങ്കിൽ നിങ്ങളിൽ ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും, ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാവും. ദാറ്റ് മീൻസ് ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവ ഇഷ്ടപ്രകാരം നിങ്ങളെ മോൾഡ് ചെയ്യുകയാണെന്നാണ് അർത്ഥം, നിങ്ങളെ ഒരുക്കുകയാണെന്നാണ് അർത്ഥം. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഇവിടെ സിംഗപ്പൂരിലായിരുന്നപ്പോൾ ഹോശേയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങൾ മെസ്സേജ് ആയിട്ട് പറഞ്ഞായിരുന്നു, ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോഴ് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലബാനോനിലെ വേര് പോലെ നമ്മുടെ വേരുകളെ ഉറപ്പിക്കുമെന്ന്. സ്തോത്രം. ലബാനോനിന്റെ സ്ഥലമെന്ന് പറഞ്ഞാല് ഇതുപോലെ നല്ല മണ്ണൊന്നും അല്ല. ലബാനോനിലെ കുന്നും മലയും കല്ലുമൊക്കെ ഉള്ളതാണ് ലബാനോൻ. ആ ലബാനോനില് ഉള്ള ദേവദാരു എന്ന് പറയാം, എന്റെ ബാക്കിൽ നിൽക്കുന്ന ഈ ചെടി ദേവദാരുവാണ്. ഈ മരം പോലെ വളരാമോന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഒരു ദിവസം. ഹല്ലേലൂയ. അപ്പൊ ഈ ദേവദാരു വളരുമ്പോൾ അതിന്റെ ഇല എപ്പോഴും ഗ്രീൻ ആയിട്ടിരിക്കും. അതിന്റെ തടിയുണ്ടല്ലോ നീളത്തിൽ ഭയങ്കര വലുതായിട്ട് അങ്ങ് പോകും. പക്ഷെ അതിന് മുമ്പ് ഒരു പ്രോസസ് ഉണ്ടായിരുന്നു, അതിന്റെ വേരുറയ്ക്കുന്നത്. ഹല്ലേലൂയ. ആ വേരുറയ്ക്കാതിരുന്നാൽ ലബാനോനിൽ ഭയങ്കര കാറ്റാണ്. കാറ്റ് ശക്തമായിട്ട് നമ്മുടെ ഇടയിൽ തന്നെ, സഭയിൽ തന്നെ നമ്മുടെ കൂട്ടുവിശ്വാസം, എന്തിന് നമ്മൾ കൂടുതൽ വിശ്വസിക്കുന്നവർ തന്നെ ആയിരിക്കും നമുക്ക് പാരയായിട്ട് വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പൊ അതൊന്നും വലിയ കാര്യമേ അല്ല, കല്ലി വലിയുന്ന. അതിങ്ങനെ മുകളിലോട്ട് വളരും തോറും കാറ്റിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും, അതിനെ അടിക്കുന്ന ശക്തി. ഇത്രയുള്ള ഒരു ദേവദാരുവിനെ അടിക്കുന്ന കാറ്റാണോ ഇത്രയും വലിയൊരു ദേവദാരുവിനെ അടിക്കുന്ന കാറ്റ്? അത് ഭയങ്കരമായിട്ട് ഒലയാൻ തുടങ്ങും അല്ലെ? ഇത്രയും നീളമുള്ളപ്പോൾ കാറ്റാണെങ്കിൽ അത്ര ഇങ്ങനെ ആവത്തുള്ളൂ. പക്ഷെ ഇത്രയും നീളമുള്ള ഒരു ദേവദാരുവിനെ കാറ്റടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവും. അത് കഴിഞ്ഞിട്ട് അത് വളഞ്ഞിട്ട് അതിന്റെ സ്കിന്നെല്ലാം പൊട്ടാൻ തുടങ്ങും. തിരിച്ച് കറങ്ങി വരുമ്പോൾ അത് ഇങ്ങനെ കറങ്ങും, കാറ്റടിക്കും, ഭയങ്കര കാറ്റാ. അത് കഴിഞ്ഞ് തിരിച്ചത് റിവേഴ്സിൽ നേരെയായി കാമായി വരുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ഒരു ആരോമ പുറപ്പെടും, ഒരു നല്ല സൗരഭ്യം. അതാണ് ഒരു ദൈവഭക്തൻ. എത്ര പ്രതികൂലം വരുന്നോ, എത്ര പ്രശ്നം വരുന്നോ, അത്രമാത്രം നീ ദൈവത്തിന് മഹത്വമായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഈ ഒരു സത്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് കർത്താവിനോട് ചേർന്ന് നടക്കാൻ നമുക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലനെ വറചട്ടിയിലിട്ടപ്പോൾ, തിളയ്ക്കുന്ന എണ്ണയിലിട്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇന്നത്തെ ഒരു പാസ്റ്ററിനെയോ എന്നെയോ വറചട്ടിയിലിട്ടാൽ നമ്മൾ പറയും ബബ്ബെ അടിക്കും. അദ്ദേഹത്തെയൊക്കെ ഇട്ടപ്പോൾ അദ്ദേഹം ഒന്നും അല്ല അത് ചെയ്തത്. അദ്ദേഹത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി ഉണ്ടായിരുന്നു. നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം വീണുപോകും. കാരണം പിശാച് വളരെ ശക്തമായിട്ടാണ് പ്രബലനായി നടക്കുന്നത്. 19 വയസ്സുള്ള ഒരു പെൺകൊച്ച് ജനിച്ച് ആ ലാസ്റ്റ് മൂമെന്റ് വരെ ഞാൻ ഒന്നര ഓർക്കുകയാണ്. ഇനിയിപ്പം സാധാരണ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഡെലിവറിക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ കളിയാക്കും. ഇനി ആ വേദനയൊന്നും വലിയ അങ്ങനെ നമ്മൾ അന്നേരം എക്സാമ്പിൾ ഈ കൊച്ചിനെ പറയും, ആ കൊച്ചു പോയി പ്രസവിച്ചിട്ട് അതിന് നോർമൽ ഡെലിവറിയും. സാധാരണപ്പെട്ട് നിങ്ങൾക്ക് എല്ലാം സിസേറിയനാ, ഈ ഇഞ്ചക്ഷനും മരുന്നും എല്ലാം കുത്തിവെച്ച്. അപ്പൊ എത്രമാത്രം വളരെ ട്രിക്കിലാണ് പിശാചി തന്റെ തന്ത്രം ഉപയോഗിക്കുന്നത്. ഓരോന്നിനെ നശിപ്പിക്കണം, ഓരോ ആത്മാവിനെയും പാപത്തിലേക്ക് കൊണ്ടുപോയി സൂയിസൈഡ് ചെയ്യിപ്പിക്കണം. അതാണ് അവന്റെ ഉദ്ദേശം. അവിടേക്കാണ് നമ്മുടെ ആത്മാവിലുള്ള പ്രാർത്ഥന, നമ്മുടെ ഗ്രോണിങ്. അവനോട് ചേർന്നിരുന്നാൽ മതി, അവന്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അവിടെയാണ് നമുക്ക് പ്രതിഫലം ഉണ്ടാകുന്ന സ്വർഗത്തില്. എന്നെ കർത്താവെ വിളിക്കുന്നവരൊന്നും അല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്തവരാണ് പിതാവ് അറിയുന്നത്. ഈ 5 കന്യകമാരുടെ സ്റ്റോറി അത് തന്നെയാ. 5 കന്യകമാര് ഇഷ്ടത്തിനനുസരിച്ച് പോയി. 5 കന്യകമാര് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് തക്ക സമയത്ത് മാത്രം പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ എത്ര പേരുന്ന് തീരുമാനമെടുക്കും? ഞാൻ ചുമ്മാതെ കടന്ന് ബഹളം വെക്കത്തില്ല. യോഹന്നാൻ 16:21 പറയുന്നു, എ മദർ എക്സ്പീരിയൻസ് പെയിൻ ബിഫോർ ജോയ്. ഒരു അമ്മ പ്രസവ വേദന അനുഭവിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുഞ്ഞ് ഡെലിവറി ആകാൻ പോവുകയാണ്. അങ്ങനെ ഈറ്റുനോവുള്ള എത്ര പേരുണ്ടെന്ന്? ആ പ്രസവ വേദന അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പ്രസവ വേദന അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഈ ഉത്തമ ഗീതത്തില് ബ്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഒരു കുഞ്ഞിന് അമ്മ മുല കൊടുക്കുന്ന? എന്തിനാണ്? അത് ഒരു പാസ്റ്ററിന് വായിക്കാൻ പറ്റത്തില്ല. അവർക്കത് വേറെ ചിന്തയിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ടാണ് ദൈവം അതാക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നമ്മളെല്ലാവരും ഒരു ഫീഡിങ് മദേഴ്സ് ആണ് ദൈവത്തിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ
ആണെന്നുമില്ല പെണ്ണെന്നുമില്ല, നമ്മൾക്ക് എല്ലാവർക്കും ആത്മീയമായ ഒരു ബ്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാ? കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ. നിങ്ങൾ അടുത്ത തലമുറയെ വളർത്തേണ്ടവരാണ്, ജനറേഷനെ നിങ്ങൾ പോഷിപ്പിക്കേണ്ടവരാണ്, ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ അവൈലബിൾ ആകേണ്ടവരാണ്. അപ്പൊ നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഈ ഫീഡ് ചെയ്യാൻ പറ്റും നമുക്ക്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ അതുകൊണ്ടാണ് ഒരു പ്രസവ വേദന നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തോണം, ദാറ്റ് മീൻസ് നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ ആർക്കും, നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളല്ല. ഞാനത് എൻ്റെ എക്സ്പീരിയൻസാ പറഞ്ഞത്. 17 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്ന നിന്ദ എന്താണ്? നിന്റെ ഭർത്താവ് എവിടെയെന്നാ ചോദിക്കുന്നത് എല്ലാവരും. അതാണോ? സ്തോത്രം. അതിനെ ഞാൻ ഓവർകം ചെയ്തു. പിന്നെ ചോദിക്കും, നിന്നെ ആരാണ് ഇങ്ങനെ ആക്കിയത്? അവിടെ ഓവർകം ചെയ്തു. നീ ആരാണ്? അവിടെ ഓവർകം ചെയ്തു. എല്ലാവരും വിട്ടുപോയി, അവിടെ ഓവർകം ചെയ്തു. അപ്പോഴും കർത്താവ് ചോദിക്കുന്നതാണ്, അമേ, അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിട്ടിരിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അമ്മേ, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കത്തില്ല. അത്തിമരത്തിൽ ഒരു പ്രാവശ്യം അത്തിക്കായ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കി സന്തോഷിക്കും. നമ്മുടെ മരത്തിൽ അത്തിക്കായ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ടുപോകും. ഹല്ലേലൂയ. ക്രൂശ് ചുമക്കാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും ഇൻസ്റ്റന്റും ബർഗറും മാഗിയും വേണം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങളോട് എപ്പോഴും ബാൽക്കണിയിലുള്ള ചെടികൾ കാണിക്കാൻ എന്താണ് കാരണം? എൻ്റെ ഭൂമിയിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. നിങ്ങൾക്ക് യേശു കർത്താവ് ബെസ്റ്റ് ഫ്രണ്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു ഫ്രണ്ട് ഉണ്ടാകണമെന്ന് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ എല്ലാവരും ഉറങ്ങാണ്. തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കണ? ആ, എന്താ അപ്പി മനസ്സിലാകുന്നില്ലേ? ആ, ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചു എന്താണ്? ഉടനെ ചിന്തിച്ച്, ഓ, പാസ്റ്റർ ആലീസിന്റെ നമ്പർ വാങ്ങിക്കാം, യേശു കർത്താവ് കഴിഞ്ഞിട്ട് ആലീസിനെ വിളിക്കാന്ന് ചിന്തിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എന്റെ യേശു കർത്താവ് കഴിഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ടമാറ്ററും എന്റെ കറിവേപ്പിലേക്കാണെന്നേ. സ്തോത്രം. അവരോട് പോയിരുന്ന, അവരോട് ചോദിക്കണം എത്ര 17 വർഷത്തിൽ ഞാൻ കരഞ്ഞെന്ന് അവരുടെ അടുത്തിരുന്നിട്ട്. ഹല്ലേലൂയ. പോയെന്ന് പറയരുത്, ഞാൻ വീണു പോയെന്ന് പറയരുത്. അപ്പോഴും നീ എഴുന്നേക്കണം, ചാടി എഴുന്നേക്കണം. അവരോടാണ് അറിയിക്കേണ്ടത്. ദൈവമക്കളെ, നിങ്ങൾ അവരോട് കൂട്ടുകൂടരുത് കേട്ടോ, ആവശ്യമില്ലാതെ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതുപോലുള്ള, നിങ്ങൾ പള്ളിയിൽ ഇനി വിശ്വാസിയാണ് ഇപ്പോഴും നിങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോകരുത്. അതിൽ ഭേദം നിങ്ങൾ പോകാതിരിക്കുന്നതാണ് ബെസ്റ്റ്. സ്തോത്രം. പലരും കൊണ്ട് വിശ്വാസിയാണ്, അന്യഭാഷയിലും പ്രാർത്ഥിക്കും, പക്ഷെ അച്ചാച്ചന്റെ കൂടെ പള്ളിയിൽ പോയിരിക്കും. ആ അച്ചാച്ചനെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞ്. നിന്റെ സ്ഥലം എവിടെയായിരിക്കും എന്നറിയാമോ? നരകമായിരിക്കും. കർത്താവ് പറയും, ഞാനും നിന്നെ അറിയുന്നില്ല എന്ന്. അത് സത്യം തന്നെയാണ്. കാരണം കഴിച്ചിട്ട് പിന്നെ ഛർദ്ദിക്കും, പിന്നെ എന്നിട്ട് അത് തിന്നും. അതാണ് പറഞ്ഞത്, നായ്ക്കൾ സ്വർഗരാജ്യത്തിൽ കിടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. വില കൊടുക്കണം, ധൈര്യത്തോടു നിൽക്കണം. അതാണ് നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ച ഒരു പവർ ഉണ്ട്, ഒരു ബാറ്ററി പവർ ഉണ്ട്. ആ പവർ നിങ്ങൾ പ്രാപിച്ചെടുത്തില്ലെങ്കിൽ, നിങ്ങളുടെ കഷ്ടത്തിലൂടെ അനുഭവത്തിലൂടെ പോകുമ്പോഴാണ് നിങ്ങളത് പ്രാപിച്ചെടുക്കുന്നത്. ആ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ നടക്കണം. അല്ല ചുമ്മാതിരുന്നോണ്ട് അവിടെ ഇവിടെ സൂമിൽ പോയി വായി നോക്കിയിരുന്ന് പ്രവചനവും കേട്ടിരുന്നു. എന്റെ തല കാണുമ്പം പാസ്റ്റർ ഒന്ന് പ്രവചിക്കട്ടെ. ഇന്നിപ്പോ ഒരു പ്രവാചകൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഓൺ ആയിരുന്നു. കാരണം എന്റെ തല കണ്ടിട്ട് ഒരു പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ എല്ലാം വിചാരങ്ങള്. എന്റെ വിചാരം എന്നറിയാമോ? നിന്റെ ഒന്നും ഒരു പ്രവചനത്തിന്റെ ആവശ്യമില്ല. എന്റെ കർത്താവുമായിട്ട് ഡയറക്റ്റ് എനിക്ക്, അവൻ എന്റെ ഉപനിധി, അവൻ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. എന്ത് സംഭവിച്ചാലും അതിന്റെ പുറകിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് മതി എനിക്ക്. ഹല്ലേലൂയ. എനിക്ക് ഇൻസ്റ്റന്റ് മാഗി വേണ്ട. എനിക്ക് പെട്ടെന്ന് പോയിട്ട് ഇശ്മായേലിനെ ജനിപ്പിക്കേണ്ട. എനിക്ക് വാഗ്ദത്തമുള്ള ആ ഇസഹാക്കിന് വേണ്ടി ഞാൻ 25 വർഷം കാത്തിരിക്കണമായിരിക്കും. അത് മതി എനിക്ക്. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യവും എന്നെ, നമ്മൾ പറയത്തില്ല തലത്തൊട്ടമ്മ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആദ്യ സമയത്ത് എന്നെ നടത്താനായിട്ട് 1 വർഷം ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ. ആ പുള്ളിക്കാരി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പം എന്നോട് ചോദിക്കാണ്, മോളെ ആന്റണി ഇതുവരെ വന്നേ, വിശ്വാസത്തിൽ പോയിട്ട്. ഓ സ്തോത്രം. ഒറ്റയ്ക്കാണോ ഇത്ര നടന്നത്? ആന്റണി വന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്കാരി പിന്നെ എന്നോട് മിണ്ടത്തില്ല. പറഞ്ഞു, ഞാൻ എന്തോ വലിയ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പുള്ളി വരാത്തതെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, മനുഷ്യനെ അല്ലല്ലോ ഞാൻ വിശ്വസിച്ചിറങ്ങിയത്, എന്റെ കർത്താവാണല്ലോ എന്നെ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നെവർ ഗീവ് അപ്പ്. അപ്പൊ ഞാൻ ഇപ്പം നാളെ രാവിലെ എന്റെ ഹസ്ബൻഡ് വരുമ്പോൾ തുള്ളി, എല്ലാവരുടെ മുമ്പിൽ ഞാനിപ്പോ എന്റെ ഹസ്ബൻഡ് വന്നു കഴിയുമ്പോൾ, അതൊന്നുമല്ല എന്റെ സന്തോഷം. എടേ, എനിക്ക് തന്നൊരു ദർശനമുണ്ട്. 1000-ങ്ങളെ വിശ്വാസത്തിലേക്ക് എഴുന്നേൽപ്പിക്കുക, ഉറപ്പിക്കുക. അതാണ് ഞങ്ങളുടെ ദൗത്യം. അല്ല ഹസ്ബൻഡ് വരുമ്പോഴുള്ള സന്തോഷം മാത്രമല്ല എന്റെ സന്തോഷം.
നാളെ നിങ്ങൾ നോക്കിക്കോ, എന്റെ ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങള് ശുശ്രൂഷയ്ക്ക് പോകുമ്പോ എല്ലാവരും വരും മോളേന്ന് വിളിച്ചോണ്ട്. അപ്പൊ ഞാൻ പറയും കർത്താവിനെ വിളിക്കും, മോളെ വിളിക്കാതെ. സ്തോത്രം, ആമേൻ. പിന്നെ സ്റ്റേജുകൾ വരും. ഒയ്യോ 16 വർഷത്തിന് ശേഷം പിന്മാറ്റത്തിൽ പോയ സഹോദരനുമായി ദേ വരുന്നു, ഒരു ബെല്ലടി, ഒരു ഹാർമോണിയവും ഗിറ്റാറും എല്ലാം കൂടെ എടുത്തോണ്ട് കളാതല്ല. സ്തോത്രം. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യല്ല. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കർത്താവിന്റെ ക്രൂശ് ചുമന്ന് ആ ചൂടടയാളം നമ്മളിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് അതിനുവേണ്ടി ഒരുങ്ങാൻ പറ്റും? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആത്മഭാരമില്ലാത്തതൊന്നും ദൈവത്തിൻ്റെതല്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ ഒരു ആത്മഭാരം ഉണ്ടായിരിക്കും. ആത്മഭാരത്തിനനുസരിച്ച് കർത്താവേ എന്നെ വളർത്തണമേ, എന്നെ നയിക്കണം. ഇന്നു മുതൽ എല്ലാവരും തീരുമാനമെടുക്കണം, ഞാൻ ഏത് സമയത്തും ആത്മാവിലേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഏത് സമയത്തും ഞാൻ ഇനി ആത്മാവിലേ പ്രാർത്ഥിക്കത്തുള്ളൂ. എത്ര വിഷയം എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നോ, ഹന്ന ആ ഹൃദയം പകർന്നതുപോലെ ഞാനും എൻ്റെ ദൈവത്തോട് പകരും. എൻ്റെ വിഷയത്തിന്റെ മറുപടി വന്നോ വന്നില്ലയോ, അവൻ എൻ്റെ ഉപനിധി, അവൻ എൻ്റെ സാവന അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പാ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ കേട്ട ഈ വചനപ്രകാരം ഞങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് പക്ഷവാദം ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്റെ ദാസന്മാരെയും ദാസികളെയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഏത് കഷ്ടതയിലും പൗലോസ് എല്ലാ അനുഭവത്തിലൂടെയും കടന്നു പോകുമ്പോഴും തനിക്ക് സഭയെക്കുറിച്ചുള്ള ഒരു ആത്മഭാരമായിരുന്നു. ഇങ്ങനെ ഒരു ആത്മഭാരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ കർത്താവേ. ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും നീ അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. യോബിന്റെ ജീവിതത്തിൽ കഷ്ടം അനുവദിച്ചത് യോബിനെ കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കിക്കാനായിരുന്നു. ഇപ്പോൾ ഞാൻ അവനെ അറിയുന്നു എന്നാണ് യോബ് പറഞ്ഞത്. അവന്റെ അവസ്ഥയെ മാറ്റിയതുപോലെ കർത്താവേ, ഞങ്ങൾ ഓരോ സ്റ്റെപ്പിലും മുന്നോട്ട് പോകുമ്പോൾ അധികം ബലം പ്രാപിച്ചുകൊണ്ട് ഓട്ടക്കളത്തിലോടും ഇനിയുള്ള ദിവസങ്ങളിൽ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങുന്നു നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങൾ ജയാളിയായി വീഴാതെ ദേവദാരുവിനെ പോലെ വേരുകൾ ഉറച്ചവരായി ഏത് കാറ്റിലും ഏത് നിന്ദയിലും പരിഹാസത്തിലും ഇതൊന്നും ഞങ്ങളെ ലേശാതെ വേണം. കടലിൽ ഒരു തുള്ളി നീലമൊഴിക്കുമ്പോൾ അതിനൊരു എഫക്റ്റും ഇല്ലാതിരിക്കുന്നത് പോലെ ഇതൊന്നും ഞങ്ങൾക്ക് ബാധ്യതയല്ല എന്നുള്ള രീതിയിൽ ആ സ്വർഗീയമായ യാത്രയിൽ, സിയോൻ യാത്രയിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. എഴുന്നേൽപ്പിൻ നാം പോകാം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫാദർ. ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മേൽ കൃപ പകർന്നതിനായി സ്തോത്രം. ബാറ്ററി ഞങ്ങൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.